ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോണത് എയ്റ്റീസ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ റെസ്യൂമ് മേക്ക് ചെയ്യാം, അതിന് നമ്മൾ എന്തൊക്കെ ആപ്പ് യൂസ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണോ പറയാൻ വേണ്ടി പോണത്. ATS എന്ന് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്യൂം മുന്നിൽ കയറി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ CV ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്പുണ്ട്. ഫസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ്റലിജൻറ്റ് CV മേക്കറാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് പ്ലേ സ്റ്റോറിലൊന്നും കാണാനില്ല, ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ആപ്പ് കാണാനില്ല. ഓക്കെ, ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ക്യാൻവയിലൊക്കെ കുറേ ടെംപ്ലേറ്റ്സും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ. അത് സാധാരണ CVസും ഉണ്ട്. ഇപ്പം നമ്മൾ ക്യാൻവയിൽ കയറിയിട്ട് നമ്മൾ ATS ഫ്രണ്ട്ലി റെസ്യൂം അടിച്ച് കൊടുക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവയ്ക്കകത്ത് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ അതിൽ കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റെസ്യൂം ആയിക്കോട്ടെ, അതിൽ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്, സ്കിൽസ് അതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്താ പറയുക, ChatGPT ഒക്കെ ഇല്ലേ. ChatGPT ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഓരോ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ChatGPT യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, Pinterest ഒക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും ഓരോ കരിക്കുലം തയ്യാറാക്കാനാണെങ്കിലും വിഷൻ ബോർഡിനാണെങ്കിലും അഫർമേഷൻസിനാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് Pinterest കേട്ടോ. Pinterestൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ChatGPT ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ടെംപ്ലേറ്റ്സ് കാര്യങ്ങൾ, തംബ്ലൈൻ മേക്കിംഗ്, അതിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ക്യാൻവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാൻ ATS ഫ്രണ്ട്ലി റെസ്യൂം എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ ആപ്പ് പറഞ്ഞു. ഇനി നമുക്കത് എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊന്ന് നമുക്ക് മേക്ക് ചെയ്തെടുക്കാമെന്ന് കേട്ടോ. ഇപ്പം നമ്മൾ ക്യാൻവയിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ പോയിട്ട് എന്താ പറയുക ATS ഫ്രണ്ട്ലി റെസ്യൂം അടിക്കുക. അപ്പോൾ ടെംപ്ലേറ്റ്സ് വരും. അപ്പം നമുക്കറിയാമല്ലോ കറക്റ്റ് ഫോമിൽ അതിലൊക്കെ ഫോമാറ്റിൽ അവിടെ എടുക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടിയുള്ളൂ. ഇപ്പോൾ എക്സ്പീരിയൻസ് എന്താണെന്നത് കൊടുക്കുക, സ്കിൽസ് എന്താണോ കൊടുക്കുക. ഇനി ഇതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് CV മേക്ക് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അടുത്ത കാര്യം കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂം ഭയങ്കര സിമ്പിളായിരിക്കണം. കുറച്ച് മുന്നേ ട്രെൻഡായിട്ട് നിന്നിട്ടുള്ളതാണ്. ഫുൾ ഗ്രാഫിക്സൊക്കെ ആഡ് ചെയ്തിട്ട് കളർഫുള്ളായിട്ടുള്ള ടൂൾസൊക്കെ വെച്ച് കുറേ ലൈൻസൊക്കെ വെച്ചിട്ടായിരുന്നു മുന്നേ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് അധികം ഗ്രാഫിക്സോ ഫോട്ടോസോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്ത ഫോമലായിട്ടുള്ള ഒരു CV ആയിരിക്കണം ATS ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുറേ സ്കിൽസൊന്നും കൊടുക്കാതെ എന്താണോ നിങ്ങളുടെ ആ ഒരു ജോബ്, നിങ്ങൾ ഏത് ജോബിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള സ്കിൽസ് അല്ലെങ്കിൽ കീവേഡ്സ് എന്താണോ നേരെ പോയിട്ട് നമ്മൾ ChatGPT അടിച്ചു കൊടുക്കുക. അത് നമുക്ക് കിട്ടും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, CVയിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ ഫോണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ഡീസൻ്റ് ആയിട്ട്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. കുറേ നമ്മൾ എന്താ പറയുക, കുറേ ഫോമിലല്ലാത്ത കുറേ ടൂൾസ് അല്ലെങ്കിൽ കുറേ ആപ്പ് നമ്മുടെ റെസ്യൂമിനകത്ത് ആഡാക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല. പിന്നെ ഫോട്ടോസ് ആണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം വൈറ്റ് ആക്കി കൊടുക്കുക. ഫോമലായിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ കാര്യമാണ് സിമ്പിളായിട്ടുള്ള ലേഔട്ടും കാര്യങ്ങളും കൊടുക്കുക. അതിൽ നമ്മൾ ഫോണ്ട്, ഗ്രാഫിക്സ്, ലൈൻസൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കൊടുക്കാതിരുന്ന അത്രയും നല്ലത്. ഇപ്പോൾ സിമ്പിൾ ഹെഡിങ് ഒക്കെ കൊടുക്കുക. ഇപ്പോൾ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ മേക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈൻസും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് ബോൾഡാക്കിയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നും. ഓക്കെ, ആ ഒരു റെസ്യൂമിന് ആ ഒരു ഹെഡിങ് നമുക്ക് അട്രാക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്ലൈൻ കുറച്ചും കൂടി അട്രാക്റ്റീവായ രീതിയിൽ ബോൾഡാക്കി ക്യാപിറ്റലൈസ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ ഹെഡ്ലൈൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് റീഡബിലിറ്റിക്ക് ഈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, പോയിന്റ്സ് അതുപോലെ തന്നെ എന്താ പറയുക ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഈ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെഡ്ലൈൻസിൽ ഈ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അതായത് ഇപ്പോൾ ഒരു ഹെഡിങ് എഡ്യൂക്കേഷൻ
അടുത്തത് എക്സ്പീരിയൻസ്, അടുത്തത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. അല്ലാതെ ഒരുപാട് ഹെഡ്ലൈൻസും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ടൈറ്റിൽ സെക്ഷൻസൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ കുറേ ഫോണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ATS, അതായത് ATS ഫ്രണ്ട്ലി റെസ്യൂംസിൽ ഈ ഒരു സിസ്റ്റം ഇതൊന്നും ട്രാക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ CVs ഫ്രണ്ടിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യില്ല. ഈ ഗ്രാഫിക്സ് ആണെങ്കിലും നമ്മൾ കുറേ ലേഔട്ട് കൊടുക്കുക, ലൈൻസ് കൊടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ CVs ഒന്നും ഈ ഒരു ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊന്ന് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം CV ഒന്നും ഫ്രണ്ടിലോട്ട് വരില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് അതെന്ത് ചെയ്യും, അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ. കീവേഡ്സ് കൊടുക്കുന്നതായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതിന് നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആയിട്ട് ChatGPT യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറക്കരുത്. ഓക്കെ. സ്കില്ല് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ആ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാതെ ഒരു 4 5 കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. നമ്മൾ CV മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഫോർമാറ്റിൽ വേണം CV യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡാറ്റാസ് എൻട്രി ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു ക്രോണോളജിക്കലായിട്ട് മാത്രം എന്ത് ചെയ്യുക, ഡാറ്റാസൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. ചെയ്യേണ്ട കാര്യമാണ് ഈ ഹെഡേഴ്സും ഫൂട്ടേഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് കളയുക. അത് മറക്കരുത് കേട്ടോ. ഇതൊക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു പ്രൂഫ് റീഡിങ് കൂടി കൊടുക്കുക. ഓക്കെ. നമ്മൾ അതിൽ എന്തെങ്കിലും തെറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ക്യാപിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് അത് സ്മോൾ ലെറ്റർ ആയിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു മേക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പോവാതെ ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ CV നോക്കണം. ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫോർമൽ ആയിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. മനസ്സിലായോ? ഒരു പ്രൊഫഷണൽ ടച്ച് തോന്നുന്ന ഒരു ഫോട്ടോ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സെൽഫീസൊക്കെ ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാഷ്വൽസ് വെയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ CVസിൽ എന്തൊക്കെ ആഡ് ചെയ്യാമെന്നും കൂടി ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് CV മേക്ക് ചെയ്യാനൊക്കെ വേണ്ടി. ക്യാൻവയിലൊക്കെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനത്തെ ഓർഡറിലാണ് CV മേക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് പറയാം. അത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. ജസ്റ്റ് ഹെഡ്ലൈൻസ് മാത്രമേ വായിച്ചു പോവാം. കോൺടാക്റ്റ് ഇൻഫോർമേഷൻ വേണം ആദ്യം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ പ്രൊഫഷണൽ സമ്മറി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ChatGPTയിലൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ടത്, നമുക്ക് എന്താണോ ആവശ്യം നമുക്ക് ChatGPT തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അധികം മനപ്രയാസം കാണുമൊന്നും വേണ്ട, നേരെ അതിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് ആൻസർ കിട്ടണം, നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം, സ്കിൽസ് കൊടുക്കാം. സ്കിൽസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. അതുപോലെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ കീവേഡ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൂഫ് റീഡിംഗ് ആണ് പിന്നെ വരുന്നൊരു കാര്യം. ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ CVയുടെ കാര്യം. അപ്പോൾ നിങ്ങളുടെ CVസൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക, എന്നിട്ട് പുതിയതൊരെണ്ണം മേക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. CVസൊക്കെ ഇപ്പോൾ ഇന്ത്യനകത്ത് നമുക്ക് കുറേ ജോബൊന്നും നമ്മളെ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CVസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ കുറേ പൈസ കൊടുത്തിട്ട് പോയി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്യുക. നമുക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂംസൊക്കെ പറയാമോ, അല്ലെങ്കിൽ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് പറയാമോ, അതിനെക്കുറിച്ച് പറയാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിൻ്റെ ഗൈസ് ബൈ.